ഹായ് കൂട്ടുകാരെ, നമസ്കാരം. കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ പഞ്ചാമൃതം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഞങ്ങൾ ശബരിമലയിലൊക്കെ പോകുമ്പോഴേ സന്നിധാനത്ത് വെച്ച് തയ്യാറാക്കുന്ന ഒരു രീതിയാണിത്. ഈന്തപ്പഴം, അതുപോലെ തന്നെ വാഴപ്പഴം, പിന്നെ കറുത്ത മുന്തിരി, നെയ്യ്, തേൻ, ഇതൊക്കെയാണ് ഇതിലേക്ക് ചേർക്കാറ്. വിദേശത്തേക്ക് വന്ന് പിന്നെ മണ്ഡലകാലത്തൊന്നും ഒരിക്കലും നാട്ടിലുണ്ടാവാറില്ല. അപ്പോൾ ശബരിമലയിലേക്ക് പോകാനും സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഓർമ്മകളായവർക്കെല്ലാം കൂടിയാണ് ഈ പഞ്ചാമൃതം. ഈന്തപ്പഴം കഴുകി വൃത്തിയാക്കി കുരുവൊക്കെ കളഞ്ഞെടുത്തതാണ്. അതുപോലെ തന്നെ പഴവും ഇവിടെ കിട്ടുന്ന പഴമാണ്. ശരിക്കും ഇതിന് വേണ്ടത് നല്ല കദളിപ്പഴമാണ്, പഴുത്ത കദളിപ്പഴം. ഈന്തപ്പഴവും കദളിപ്പഴവും നല്ലവണ്ണം ഉടച്ചെടുക്കണേ. അപ്പം ഞാനൊരു സ്റ്റീലിൻ്റെ റാഡ് കൊണ്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് നല്ലവണ്ണം ഇങ്ങനെ ഉടയ്ക്കുകയാണ്. ഇത് ഞങ്ങൾ സന്നിധാനത്തൊക്കെ വെച്ച് ചെയ്യുമ്പോഴേക്കും ഏകദേശം ഒരു 50 പേരൊക്കെ 50-55 പേരൊക്കെ ആയിരിക്കും നമ്മൾ ഇങ്ങനെ ശബരിമലയിലേക്ക് പോകുന്നത്. അപ്പം അത്രയും പേർക്കുള്ള പ്രസാദം അവിടെ വെച്ച് ഉണ്ടാക്കണേ. അപ്പം അത് വലിയൊരു പാത്രത്തിലേക്ക് ആയിരിക്കും. ഒരു 1/4-3 മണിക്കൂറോളം ഇതേപോലെ ഇങ്ങനെ കുത്തി എടുത്താലാണ് അത് കറക്റ്റായിട്ട് ഉടഞ്ഞു കിട്ടുള്ളൂ. ഇതധികം സമയമൊന്നും എടുക്കാണ്ട് നല്ല രീതിയിൽ തന്നെ ഉടച്ച് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കറുത്ത മുന്തിരി, അത് കഴുകി റെഡിയാക്കി വെച്ചതാണ്, അത് ചേർക്കാം. പിന്നെ ആവശ്യമുള്ള നെയ്യാണ്. അപ്പോൾ കുറച്ച് നെയ്യും കൂടിയും ചേർത്ത് ഇനി ഇതിലേക്ക് കുറച്ച് തേനും കൂടി ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ ആവശ്യത്തിനുള്ള തേനും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിനി നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല അടിപൊളി പഞ്ചാമൃതം, നല്ല സ്വാദോട് കൂടിയുള്ളൊരു പഞ്ചാമൃതം ഇവിടെ റെഡിയാവും. എക്സ്ട്രാ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർക്കാണ്ട് നല്ല മധുരം ഉണ്ടാവും. അതായത് ഈന്തപ്പഴത്തിൻ്റെയും അതുപോലെ തന്നെ ആ വാഴപ്പഴവും നല്ല മധുരമുള്ളതാണ്. പിന്നെ തേനൊക്കെ ചേർത്ത് ആ നെയ്യൊക്കെ അങ്ങോട്ട് വീഴുമ്പോഴേക്കും പഞ്ചാമൃതത്തിന് നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ സന്നിധാനത്ത് വെച്ചൊക്കെ ഇതേപോലെ പഞ്ചാമൃതം ഉണ്ടാക്കുമ്പോഴേ ഈ നെയ്യ് ഒഴിക്കുന്നതേ നമ്മൾ അവിടെ അഭിഷേകത്തിന് കൊണ്ടുപോയ നെയ്യ്, അതിൻ്റെ പ്രസാദമായിട്ട് കിട്ടുന്ന നെയ്യാണ് ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അത് ശബരിമലയിലൊരു പ്രസാദം പോലെ തന്നെയാവും. മണ്ഡലകാലത്ത് നല്ല മധുരകരമായിട്ടുള്ള ഓർമ്മ തന്നെയാണ് ഈ മധുരമുള്ള പഞ്ചാമൃതം. ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോട്ടെ. നല്ല ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് അധികം ചേരുവകളൊന്നും ഇല്ലാണ്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. കൂട്ടുകാരെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കണേ. അതുപോലെ തന്നെ കമൻ്റായിട്ടും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തണം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അത് നിങ്ങൾക്ക് ഉപകാരപ്രദവും കൂടിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടിയും ചെയ്തേക്കണേ. മറ്റൊരു വിഭവമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.